സത്യസന്ധത വേണ്ട, ഉത്സാഹം വേണ്ട, മടി, കള്ളത്തരം, വഞ്ചന, ചതി, ഇതെല്ലാം മതി. കുറച്ച് രോഗവും അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ സമൂഹത്തിൽ നമുക്ക് നടക്കാം. ജീവിക്കാൻ പറ്റത്തില്ല, സമൂഹത്തിൽ നടക്കാം. ജീവിക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത വേണം, ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാപ്തി വേണം, യോഗ്യത വേണം, ഐശ്വര്യം വേണം, അഭിവൃദ്ധി വേണം. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും? അതെല്ലാം എവിടെയാണുള്ളതെന്നുള്ള അന്വേഷിക്കണം, കണ്ടെത്തണം. അതെല്ലാം അവനവനിലാണുള്ളത്. അപ്പോൾ അവനവനെ പരിശോധിക്കാൻ തയ്യാറാകണം. അങ്ങനെ പരിശോധിക്കാൻ തയ്യാറായാൽ പിന്നെ അതിൽ യാതൊരു കാരണവശാലും അഴിമതി പാടില്ല. അഴിമതിയില്ലാതെ നിരന്തരം പരിശോധിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അതിന് തക്കതായിട്ടുള്ള ഊർജം വേണം. അങ്ങനെ തക്കതായിട്ടുള്ള ഊർജം നിരന്തരം പരിശോധിക്കത്തക്ക വിധത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിഹിത ബന്ധങ്ങളൊന്നും ഉണ്ടാകരുത്. അപ്പോൾ സാമൂഹികമായിട്ട് ഞാനവിടെ ചെന്നില്ലെങ്കിൽ അവിടെ ആ സംവിധാനങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിഹിത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ നമ്മളെ ഒഴിവാക്കാൻ തയ്യാറാകണം. ഞാൻ ചെന്നില്ലെങ്കിൽ ആ സംഘടന കംപ്ലീറ്റ് തകർന്നു പോകും. അപ്പം ഞാനാണ് അവിടെ ചെന്ന് സംഘടന നിലനിർത്താനായിട്ട്. എന്തിനാണ് ഈ സംഘടന? പരിശോധിക്കണം. എന്താണ് ഈ സംഘടന കൊണ്ട് പ്രയോജനം? എന്താണ്? അങ്ങനെ പ്രയോജനമുണ്ടെങ്കിൽ എൻ്റെ ആ സത്യസന്ധതയുടെ ഭാഗം ആയിരിക്കും അത്. ഒരു സംശയം വേണ്ട. സത്യത്തിന് നിരക്കാത്ത ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, വേണ്ട ആവശ്യമില്ല. സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യണ്ട. അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരണം. അപ്പം സാവകാശം, വളരെ സാവകാശം. കാരണം ഇതിപ്പോൾ സത്യത്തിന് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യും? എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമോ? ഇല്ല, നടക്കില്ല. ഇല്ല, നടക്കത്തില്ല. ശരീരം ഒരു അപകടം ഉണ്ടായി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും മുറിഞ്ഞ് അവിടെ നമ്മൾ വളരെ ശാന്തമായിട്ട്, കാരണം എൻ്റെ അശ്രദ്ധ മൂലം ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു, അതുകൊണ്ട് പല വിധത്തിലുള്ള മുറിവുകളും കേടുകളും കുറവുകളും എല്ലാം ഉണ്ട്. വളരെ സാവകാശം, ശാന്തനായിട്ട്, വളരെ സാവകാശം, ശാന്തനാകണം. അപ്പോൾ എവിടെയാണ് ശാന്തത എന്ന് കണ്ടെത്തണം. എങ്ങനെയാണ് ശാന്തനാകാൻ പറ്റുക? ഇനി തൊട്ട് ഞാൻ ശാന്തനാണ്, ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ഉള്ളിൽ കടിച്ചു പിടിച്ചിരുന്ന് ഉള്ളു പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, അത് ശാന്തതയുടെ ഭാഗമല്ല. ശാന്തനാകുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ ശാന്തമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ശാന്തി. അല്ലേ, ഞാനിനി അരുൺ എന്ത് പറഞ്ഞാലും ഞാൻ അരുണിനോട് ദേഷ്യപ്പെടത്തില്ല. അടുത്ത നിമിഷം അരുണുമായിട്ട് തല്ലുപിടുത്തോ? നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ശാന്തത, നിരന്തരം ശാന്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അനുഭവത്തിലെത്തിക്കണം, ഉണർത്തിയെടുക്കണം, നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതെ, നമ്മളിൽ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗമുണ്ട്, ജീവിക്കുന്ന ഭാഗമുണ്ട്. അതാണ് വേണ്ടത്. അതിൻ്റെ പുസ്തകം വായിച്ച് നന്മ നിറഞ്ഞവനെ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ നിറഞ്ഞവനാവുമോ? സ്വസ്തിയാവുമോ? ആകത്തില്ല. മംഗളം നേരുന്നു ഞാൻ എന്ന് പാടിയാൽ ആകുമോ? ആകത്തില്ല. അങ്ങനെയൊന്നും ആകത്തില്ല. മനസ്സിലേ? അതുകൊണ്ട് ആക്കാൻ നോക്കണ്ട. ആക്കാൻ നോക്കിയാൽ അതൊരു ആക്കൽ മാത്രമേ ആകത്തുള്ളൂ. കാരണം നമ്മൾക്കിവിടെ ഒന്നും ആക്കാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്കിവിടെ ഒന്നും ആക്കിയെടുക്കാൻ പറ്റത്തില്ല.
ഇതെല്ലാം ആക്കുന്നത് പ്രപഞ്ചമാണ്. ഇതെല്ലാം പ്രപഞ്ച സത്യമാണ്. അപ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമ്മളിൽ സമാധാനത്തിൽ, ഐശ്വര്യത്തിൽ, അഭിവൃദ്ധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് നമ്മൾ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് പുതിയൊരു നടപടിക്രമങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയല്ല, നടക്കത്തില്ല. പല വിശ്വാസ പ്രമാണങ്ങളുടെയും ഭാഗം അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്ന് ശരിയും തെറ്റിനെയും കൊണ്ടുവരുന്നതാണ്. അങ്ങനെയൊന്നും ജീവിതമാകത്തില്ല. കാരണം ജീവിക്കുന്ന ആ സവിശേഷത ഇവിടെ നിലനിൽപ്പുണ്ട്. ജീവൻ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവൻ ഉറങ്ങിക്കിടക്കുകയല്ല, ജീവൻ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് എത്തിയാൽ മാത്രം മതി. അത്ര ആവശ്യമുള്ളു. അതിനകത്ത് തർക്കമോ അടിയോ വഴക്കോ എവിടെയാണ് ഇതിൻ്റെ തെളിവുകൾ? എവിടെയാണ് തെളിവ്? നമ്മളിൽ എവിടെയാണ് തെളിഞ്ഞ് ജീവൻ്റെ സ്പന്ദനം നിൽക്കുന്നത്? അവിടെയാണ് നമ്മുടെ ശ്രദ്ധ എത്തേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ പുതിയതായിട്ട് ജനിച്ച ഒന്നാണ് നമ്മൾ, അല്ലെങ്കിൽ ശ്രദ്ധ. അതുകൊണ്ടാണ് അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ ഇപ്പോൾ അത്യാധുനികമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് നമ്മൾ, ഞാൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതിന് സ്ഥിരതയില്ല. അതുകൊണ്ടാണ് അതിന് സ്ഥിരതയില്ലാത്തത്. അതുകൊണ്ടാണ് അതിനെയാണ് പിടിച്ചു കെട്ടുന്നത്. എവിടെ പിടിച്ചു കെട്ടുന്നത്? കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്മളും ഞാനെന്നൊക്കെ പറയുന്ന അവസ്ഥ ജനിക്കാൻ കാരണമായിട്ടുള്ള സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ റീസണബിൾ ആയിരിക്കണം. അങ്ങനെ പൊരുത്തപ്പെടുത്തിയാൽ പുതിയ ജനനത്തിന് കാമ്പുണ്ടാകും. അപ്പോഴാണ് നമുക്ക് വിവേകമുണ്ടാകുന്നത്, ആശ്വാസമുണ്ടാകുന്നത്. കാരണം ഇതൊരു റീസെൻ്റ് ഡെവലപ്മെൻ്റാണ് നമ്മൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം. ഒരിക്കലും നമ്മുടെ സത്ത് ആയിട്ടുള്ള ബന്ധം വിട്ടുപോരുന്നത്. സത്ത് ചിത്താനന്ദം. കാരണം ചിത്തെന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ഡെവലപ്മെൻ്റാണ്. അത് നൈമിഷികമാണ്, കാലത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനെ സത്തുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അപ്പം സത്ത് ചിത്താനന്ദം. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഏത് ജീവിതമേ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തതാണ് ജീവിതം. കാരണം ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടു, അല്ലേ? വളരെ മനോഹരമായിട്ട് രൂപം കൊണ്ട് ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാകണം? നമ്മുടെ ഹൃദയം നിറയണം. അയാൾ കൊണ്ടുവച്ച് 10 ലക്ഷം രൂപ വരുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു, അല്ലേ? നമ്മുടെ ഹൃദയം നിറയത്തില്ല. നമ്മുടെ മനസ്സ് നിറഞ്ഞ് എന്താണ്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ 10 ലക്ഷം രൂപ കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് മാത്രമാണ്. അവിടെ ഹൃദയത്തിന് തൊട്ടിട്ടില്ല. ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ അയാളുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അയാളിലോട്ടായിരിക്കും. നമ്മുടെ ശ്രദ്ധ അയാളിലോട്ടായിരിക്കണം, അയാളുടെ കയ്യിലോട്ടാകരുത്. നമ്മുടെ ശ്രദ്ധ പോകുന്നത് എങ്ങോട്ടാണ്? എപ്പോഴും കയ്യിൽ. അയാൾ എന്താ തരാൻ പോകുന്നത്? എനിക്കെന്തെങ്കിലും ഇപ്പോൾ കിട്ടുമോ? എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ എൻ്റെ ഹൃദയത്തിലായിരിക്കും. എന്തെങ്കിലും കിട്ടുമ്പോൾ എൻ്റെ മനസ്സിലാണ് പോകുന്നത്, എൻ്റെ ബുദ്ധിയിലോട്ടാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. ഒന്നും കിട്ടാതെ വരുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, അവിടെ അനശ്വരതയ്ക്കാണ് സ്ഥാനം. എനിക്കൊന്നും കിട്ടാതിരിക്കുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ച എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. കിട്ടിയാൽ കിട്ടിയത് നോക്കണ്ടേ? കാരണം കിട്ടിയത് എപ്പോഴും കൈകാര്യം ചെയ്യണം, വളരെ സൂക്ഷിക്കണം. കാരണം പുതിയതായിട്ട് കിട്ടിയത് അത് എവിടെ വെക്കണം, എന്ത് ചെയ്യണം, അത് കഴിയാതെ അതിൻ്റെ
ആ പൂർണ്ണതയിലോട്ട് എത്തിക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്തോട്ട് എനിക്ക് തിരിയാൻ പറ്റത്തില്ല. അല്ലേ, എന്തെങ്കിലും കിട്ടിയാൽ, അല്ലേ, വിശപ്പ് വന്നു പുതിയതായിട്ട് വന്നതാണ്, എന്താ ചെയ്യുക? വിശപ്പ് ഒഴിവാക്കിയാലേ ജീവിതം തുടരത്തുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കണം. അല്ലെ, വിശപ്പ് വന്നു, എൻ്റെ താല്പര്യം എന്താണ്? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് വിശപ്പ് ഒഴിവാക്കണം. വീണ്ടും ഞാൻ ഫ്രീ ആയി. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിശപ്പ് വന്നു, അതിനോടൊപ്പം തന്നെ ചേർന്ന് പലതും വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നില്ല. കാരണം ഒഴിവാക്കാൻ പറ്റാത്ത 100 കൂട്ടം കാര്യങ്ങൾ നിൽക്കുന്നു. ഇതിനിടയിൽ ഭക്ഷണം കൂടി കഴിക്കണം, സമയമില്ല. 1 മണിക്കൂർ വൈകി, 2 മണിക്കൂർ വൈകി, 3 മണിക്കൂർ വൈകിയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ദാഹം വന്ന് വെള്ളം കുടിക്കണം. പക്ഷെ വേറെ 100 കൂട്ടം കാര്യങ്ങൾ വന്നിരിക്കുകയല്ലേ. വേറെ 100 കൂട്ടം കാര്യങ്ങൾ വന്നിരിക്കുക. അതിനിടയിൽ വെള്ളം കുടിക്കണം. ഇതിൽ ഏതിന് പ്രാധാന്യം കൊടുക്കും? മറ്റേത് സ്വർണവും വജ്രവും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത് വെള്ളം കുടിച്ചാൽ പോരെ. അത് നമുക്കറിയാമല്ലോ, വെള്ളം ഇവിടെ ഉള്ളതല്ലേ. മറ്റേത് വജ്രമാണ്. എന്തിൻ്റെ മുമ്പിലാണ് വജ്രം മുൻതൂക്കം? വെള്ളത്തിൻ്റെ മുന്നിലാണ്. നോക്കണേ, വെള്ളം പാഴ്വസ്തുവായി, വജ്രത്തിന് ഭയങ്കര വലിയ സ്ഥാനം കൊടുത്തു. അപകടം മനസ്സിലാക്കിയോ? ഇല്ല, മനസ്സിലാക്കിയല്ല. ആര് മനസ്സിലാക്കാൻ പോകുന്നു? കാരണം വജ്രം തിളങ്ങുന്നതാണ്. വജ്രം അമൂല്യമാണ്. വെള്ളം അമൂല്യമല്ല. ആരാ എടുത്ത തീരുമാനം? ബുദ്ധി എടുത്തതാണ്. വെള്ളം സുലഭമല്ലേ, വജ്രം സുലഭമല്ല. വജ്രം സുലഭമല്ല. നോക്കണേ, അപകടം എവിടെ കിടക്കുന്നത്? ഈ വജ്രം നമ്മളുടെ ശവമായിട്ട്, നമ്മളെ ശവമാക്കി മാറ്റുന്നതാണ് ഈ വജ്രം. വെള്ളം നമ്മളെ ശിവമാക്കി മാറ്റുന്നതാണ്. പ്രാസോപ്പിച്ച് പറഞ്ഞ കേട്ടാ, ശിവത്വം അല്ലേ. ശവത്തിന് നേരെ ഓപ്പോസിറ്റാണ് ശിവത്വം. അത് അനുഭവത്തിലെടുക്കുമ്പോൾ ശിവൻ എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടാകും. ഞാനിതിവിടെയൊക്കെ പ്രാസോപ്പിച്ച് ശവൻ ശിവം. പക്ഷെ ഇത് അനുഭവിക്കണം. അവിടെ കാര്യമിരിക്കുന്നു. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നവൻ നമ്പർ 1 ഫ്രോഡാണ്. കാരണം ഇവൻ തോന്നിവാസം മുഴുവൻ നടന്നിട്ടാണ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നവനെ ശ്രദ്ധിച്ചു നോക്കുക. ഒരാളെ കേൾക്കുമ്പോൾ സയൻസ് ഉണ്ട്, ശാസ്ത്രമുണ്ട്, നമുക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നവൻ, ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ മാത്രമേ ഇതിനെ കൊണ്ട് പറ്റത്തുള്ളൂ. ശരിയായിട്ടുള്ളതിനെ കാണുന്നില്ല. നമുക്ക് ശരിപ്പെടുത്താം എന്ന് പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഏറ്റവും വലിയ അപകടകാരികളാണ്. കാരണം അവർ ശരിപ്പെടുത്താനാണ് വരുന്നത്. ശരിയായിട്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ എന്ത് ശരിപ്പെടുത്താനാണ്? അരുണെ, ഞാൻ ശരിപ്പെടുത്തി തരാം. അവിടെ അരുൺ സന്തോഷിക്കുക, ഇല്ല, എനിക്കൊന്നും ശരിപ്പെടുത്തി തരാനില്ല, ഒരു ഉപദേശവും തരാനില്ല. കാരണം എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഭാഗം, എല്ലാവരിലുമുള്ളത് ഇതൊന്നു തന്നെ ആകുമ്പോൾ എനിക്കെന്താ പ്രത്യേകത? എന്നിലുള്ളത് തന്നെ നിങ്ങളിൽ എല്ലാവരിലും ഉള്ളത്, അല്ലാണ്ട് വേറിട്ട് യാതൊന്നുമില്ല. യാതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം ശരിപ്പെടുത്താം, നന്മ എന്താണ്, ശരി എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ സൂക്ഷിക്കുക. ആർക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടാവും? എന്തിന് നമ്മളിങ്ങനെ ഗതികേടിൻ്റെ ഭാഗത്തോട്ട് പോകണം? ഇപ്പോൾ മോട്ടിവേഷണൽ ടോക്കേഴ്സ് അല്ലേ, സ്റ്റേജ് കിട്ടിയാൽ അവർ എല്ലാവരെയും ഓഡിയൻസിനെ കംപ്ലീറ്റ് പിടിച്ചിരുത്തും. സ്റ്റേജ് കിട്ടിയാൽ അവർ ഓഡിയൻസിനെ പിടിച്ചിരുത്തും. പക്ഷേ സ്റ്റേജിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് ഇവരോട് ചെന്ന് സംസാരിക്കാവ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ ഒരു ടെമ്പററി മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പെഗ് കഴിച്ചാൽ കിട്ടുന്ന സംഭവം അത്രയേ ഉള്ളൂ. നല്ലൊരു ടോക്ക് കേട്ടു, അപകടം നോക്കണേ. നല്ലൊരു ടോക്ക് കേൾക്കാനല്ല ഇരിക്കേണ്ടത്.
നിരന്തരം എന്നിലെ നല്ലത് അനുഭവിക്കാനാണ് ഞാൻ ഇരിക്കേണ്ടത്. എൻ്റെ ഉത്തരവാദിത്വം നിരന്തരം എന്നിലെ നല്ല അനുഭവത്തിൽ തുടരാനാണ്. നല്ല അനുഭവം വേറെ ആരും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് തരണമല്ല. എന്നിൽ ഞാനായിട്ടുണ്ടാകാനുള്ള കാരണത്തിലാണ് നല്ല അനുഭവം. എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് എൻ്റെ ശ്രദ്ധ. അതാണ് എൻ്റെ ഐശ്വര്യം, അതാണ് എൻ്റെ അഭിവൃദ്ധി, അതാണ് എൻ്റെ യോഗം. ഇതാരുടെയും ഔദാര്യമല്ല. നമ്മുടെ ജന്മം ആരുടെ ഔദാര്യമല്ല. പ്രപഞ്ചത്തിൻ്റെ സമസ്തതയുടെയും പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനൊരു കാലഘട്ടമില്ല. ഈ കാലഘട്ടത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനൊരു കാലഘട്ടമില്ല. 10 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഇനി വരാൻ പോണ 100 ദിവസം കഴിയുമ്പോൾ അതുമില്ല. കാരണം നമ്മളിലുണ്ടാകുന്ന മാറ്റം അത് നമ്മളിൽ സസൂക്ഷ്മം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉള്ള കാരണങ്ങൾ അനന്തമാണ്. അതുകൊണ്ട് എവിടെയാണ് നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത്. അവിടെയാണ് ആശ്വാസം, അവിടെയാണ് സമാധാനം, അവിടെയാണ് സത്യസന്ധത. സ്വപ്നത്തിൽ ഒരിക്കലും സത്യസന്ധത കണ്ടെത്താൻ പറ്റത്തില്ല. അവരിവരും ചെയ്ത പ്രവൃത്തിയിൽ സത്യത്തെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെ അല്ലെങ്കിൽ എന്നെ ഞാനാക്കി നിലനിർത്താനുള്ള കാരണങ്ങൾ എന്നിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ പറയും. കാലം എന്താണ്? അതായത് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി, നിങ്ങൾ കിടക്കുന്ന മുറി, നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി, നിങ്ങളുടെ വീട്, നിങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഭവങ്ങളും കാലത്തിൻ്റെ സൃഷ്ടിയാണ്. വീട്ടിലോട്ടുള്ള വഴി, വീട്, കിടന്നുറങ്ങുന്ന മുറി, ഇതെല്ലാം ഭക്ഷണം, കഴിക്കാൻ പോകുന്ന ഭക്ഷണം, ഇതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ജോലിക്ക് പോകുന്നു, ഓഫീസിൽ പോകുന്ന ഓഫീസേഴ്സ്, അല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കാലത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കാലത്തിൻ്റെ, നമ്മളീ കാണുന്ന മൊബൈൽ ഫോൺ, ഈ ടെക്നോളജി, ഇതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. കാലം അങ്ങനെയാണ്. അതുകൊണ്ട് കാലത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ്. വിമാനം ഉണ്ടാവും, റോക്കറ്റ് ഉണ്ടാവും, ജാക്കറ്റ് ഉണ്ടാവും, അങ്ങനെ പലതും കാലം സൃഷ്ടിച്ചു തരും. അത് കാലത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് കാലത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ പലതും ഉണ്ടാവും. നമ്മൾ നടന്നു പോയെന്നിരിക്കും, വിമാനത്തിൽ പോയെന്നിരിക്കും, സൈക്കിളിൽ പോയെന്നിരിക്കും, ഇതെല്ലാം കാലത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അത് ജീവൻ്റെ ഭാഗമല്ല. വിമാനത്തിൽ പോയതുകൊണ്ട് ജീവൻ മെച്ചപ്പെടത്തില്ല. നടന്നു പോയതുകൊണ്ട് ജീവൻ അധപ്പതിക്കത്തുമില്ല. വലിയ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ജീവൻ മെച്ചപ്പെടത്തില്ല. കുടിലിൽ താമസിച്ചുകൊണ്ട് ജീവൻ അധപ്പതിക്കത്തുമില്ല. അപ്പൊ കാലമല്ല തീരുമാനിക്കുന്നത്. കാലം അല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ ജീവൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാലത്തെ മനസ്സിലാക്കണം. ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അത് കാലത്തിൻ്റെ മാത്രമാണ്. പക്ഷെ കാലമില്ലെങ്കിലും ജീവൻ്റെ ഭാഗം, കാലത്തിൻ്റെ സ്വാധീനമില്ലെങ്കിലും ഇത് വേണം, നിർബന്ധമുണ്ടോ രണ്ടുപേര് സംസാരിക്കാനായിട്ട്? ഇതില്ലാതെ നമുക്ക് സംസാരിക്കുന്ന ഭാഗമുണ്ടല്ലേ, പരസ്പരം സംസാരിക്കുന്ന ഭാഗമുണ്ട്. കാലാതീതമായിട്ടുള്ള ഭാഗവും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. കാലാതീതമായിട്ടുള്ള ഭാഗവും നമ്മുടെ ശ്രദ്ധയിൽ
ഉണ്ടാകണം. കാലത്തിൻ്റെ ഭാഗമുണ്ട്, അത് മനസ്സിൻ്റെ ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നു. പക്ഷെ കാലം മാത്രമേ ഉള്ളൊരു വ്യക്തിക്ക് കാലത്തിൻ്റെ ഭാഗത്ത് എന്താണ് നടക്കുന്നത്? നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇവരാണ്, അതുകൊണ്ട് എനിക്ക് കൊള്ളാം. അപ്പം കുറച്ച് ആൾക്കാർ പറയും, ശരിയല്ല, ഇവർ ഭരണകർത്താക്കൾ ശരിയല്ല. കാരണം കാലത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് അത്, ജീവിതത്തിൻ്റെ ഭാഗം തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല. കാലവും കാലത്തിൻ്റെ പ്രവർത്തനത്തെയും കൃത്യമായിട്ട് കാണണം. കാലാതീതമായിട്ടുള്ള ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളവും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. കാരണം കാലത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം. അത് അനശ്വരമാണ്, അതിൽ പവിത്രതയുണ്ട്, അതിൽ വിശുദ്ധിയുണ്ട്, അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതേസമയം കാലത്തിൻ്റെ ഭാഗമുണ്ട്. കാലത്തിൻ്റെ ഭാഗം നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും പ്രതികൂലമായിട്ട് വരത്തില്ല. കാലം ഒരിക്കലും നമുക്ക് പ്രതികൂലമായിട്ട് വരത്തില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്, അനശ്വരതയുടെ ഭാഗം തന്നെയാണ് കാലം. പക്ഷെ കാലത്തെ മാത്രം ആശ്രയിക്കുന്നവന് ജീവിതം മുന്നോട്ട് പോകത്തുമില്ല. എല്ലാ സംഭവങ്ങളും, നമ്മളിൽപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ അധികാരമാണ്. മനസ്സിലായ? ഒരു വ്യക്തി, ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അവകാശമാണ് ആ കുട്ടിയിലുണ്ടാകുന്ന മാറ്റത്തെ ആ കുട്ടി അറിയുക എന്നുള്ളത്. അതിന് തടസ്സം നിൽക്കുന്ന വിധത്തിൽ ആ കുട്ടിയിൽ എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ശാപമാണ്. ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? അവരുടെയും ജീവിതത്തിൻ്റെ തുടർച്ച അവിടെ മങ്ങിപ്പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല, വഴിതെറ്റിക്കാൻ പാടില്ല. നമുക്ക് ആരെയും വഴിതെറ്റിക്കാനുള്ള അധികാരമില്ല. ഇതെല്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ എന്തെല്ലാം അല്ലേ? സംശയം ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം ജാഗ്രത, സജീവമായിരിക്കണം. സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ജാഗ്രതയില്ല, സജീവതയില്ല. അതുകൊണ്ട് 100 കൂട്ടം കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ്? അലസനാണ്, അലസത. ഇത്രയും മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രയും മനോഹരമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, താളത്തിലും ഈണത്തിലും രാഗത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ദുരന്തം വേറൊന്നുമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ അനർത്ഥം അവനായിട്ടിരിക്കാനുള്ള കാരണത്തെ അറിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവനവനായിട്ടിരിക്കാനുള്ള കാരണത്തെ മാത്രം അവനറിഞ്ഞില്ല. ലോകം മുഴുവനും അവനറിഞ്ഞു, പക്ഷെ അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അവൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല. ദുരന്തത്തിന് വേറെ ഒന്നും വേണ്ട. Yes. Good morning, Anil Haq, Bishrol, Manu.
എല്ലാവർക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞു എന്ന് ധരിക്കരുത്. കാരണം ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ഇതെല്ലാം നമ്മളുടെ വാക്കുകളാണ് അല്ലേ? ഇതെല്ലാം നമ്മളുടെതാണ്, ഈ വാക്കുകളെല്ലാം നമ്മളുടേതാണ്. ഇതൊന്നും സെബാസ്റ്റ്യൻ ഞാൻ മാത്രമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു ഭാഷ സംസാരിക്കാൻ പറ്റത്തില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും അയാളുടെ സംസാരത്തിൻ്റെ ഭാഗത്തുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർന്നാണ് അയാളുടെ ഭാഷ രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അയാൾ സംസാരിക്കാതെ ഇരിക്കുമ്പോഴും ഒരു ഭാഷയുണ്ട്. അത് ഏത് ഭാഷയാണ്? അത് ജീവൻ്റെ ഭാഷയാണ്. അപ്പോഴും നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെയുണ്ട്. മൗനം പോലും മധുരം അല്ലേ? അപ്പോൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഭാഷയുണ്ട്. നമ്മൾ ആ ഭാഷ വൃത്തിയായിട്ട് അറിയണം. കാരണം ആ സമയത്ത് സന്ദർഭത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നെന്ന് വിലയിരുത്തുന്നതിനാണ് ഭാഷ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഭാഷ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാലത്തിൻ്റെ ഭാഗത്തൊരു ഭാഷയുണ്ട് അല്ലേ? കാലത്തിൻ്റെ ഭാഗത്തൊരു ഭാഷയുണ്ട്. കാലത്തിന് അതീതമായിട്ടുള്ളൊരു ഭാഷയുണ്ട്. വായിച്ചറിയാൻ പറ്റുന്ന ഭാഷയുണ്ട്. വായിക്കാൻ ലിപികളില്ലാത്ത ഭാഷയുണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മാവുണ്ട്. രൂപം കൊള്ളാത്തതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊള്ളാത്ത സംവിധാനം തന്നെ വേണം. കാരണം അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. രൂപം കൊണ്ടതിനെ വിലയിരുത്താൻ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ പ്രാപ്തിയുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ രൂപം കൊള്ളാത്തതിനെ വിലയിരുത്തുന്ന ഭാഗവുമുണ്ട്. അപ്പോൾ രൂപം കൊണ്ടതിനെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് മാത്രമേ രൂപമില്ലാത്തതിനെ അറിയുവാനുള്ള അവസരങ്ങളുള്ളൂ. ഇതെല്ലാം ജീവൻ്റെ ഭാഗമാണ്. മനുഷ്യൻ എവിടെയാണ് പരാജയപ്പെടുന്നത്? മനുഷ്യൻ പരാജയപ്പെടുന്നിടത്ത് ജീവൻ തുടരുകയാണ്. മനുഷ്യൻ പരാജയപ്പെടുന്നത് ജീവൻ്റെ തുടർച്ചയുമായിട്ടുള്ള ബന്ധമില്ലായ്മ കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ്റെ പരാജയത്തെ അതിജീവിക്കാനാണ് കാലത്തിൻ്റെ ഭാഗത്ത് മനുഷ്യൻ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് പലതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവനിപ്പം തോന്നും അവൻ വിജയിച്ചെന്ന്. പക്ഷേ ഇതിൻ്റെ പരിമിതികൾ, അത് ആരംഭിക്കുമ്പോൾ തന്നെ അതിന് പരിമിതിയുണ്ട്. കാരണം ഇവൻ്റെ പരാജയത്തിൽ നിന്നാണ് അവൻ സാങ്കേതിക വിദ്യകളെല്ലാം അന്വേഷിക്കുന്നത്. അത് ജീവൻ്റെ തുടിപ്പിനെയോ ജീവൻ്റെ സാന്നിധ്യത്തെയോ യാതൊരു കാരണവശാലും മെച്ചപ്പെടുത്തുന്നില്ല. ഭൗതിക തലത്തിൽ ചില സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് വെറും ഭൗതികം മാത്രമാണ്. അത് ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗത്ത് ഒരിക്കലും അത് പ്രായോഗികമായിട്ട് വരത്തില്ല. എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും ജീവനേക്കാൾ മെച്ചപ്പെട്ടതാകത്തില്ല. ആകാൻ പറ്റത്തില്ല, സാധ്യമല്ല. കാരണം ജീവനുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പം നമ്മളുണ്ടാക്കുന്നത് ജീവൻ്റെ ശേഷമാണ്. ജീവൻ്റെ മുന്നിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ജീവനേക്കാൾ മുന്നേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ജീവൻ നമ്മളെ ഉണ്ടാക്കി, നമ്മൾ ജീവനേക്കാൾ മുന്നേ കയറി എന്തുണ്ടാക്കാൻ പറ്റും? ഇത് മനുഷ്യന് ഈശ്വരനെ സൃഷ്ടിക്കാൻ നടക്കുന്ന പോലെയാണ്. മനസ്സിലായി? പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ മനുഷ്യൻ നോക്കിയാൽ നടക്കുമോ? പ്രപഞ്ചം നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ നോക്കിയാൽ വിട്ടിത്തരം. മനസ്സിലായില്ലേ? അതിന് നമ്മൾ എന്തിനു തുനിയണം? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നു, ഒരു താല്പര്യം വരുന്നു? കാരണം നമ്മളിൽ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്.
എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈശ്വരനെ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളിൽ അഴിമതി നടത്തിയിട്ടാണ്. കാരണം വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം, അല്ലാതെ വേറൊന്നില്ല. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ത് അഴിമതിയാണ്? അതിൽ ഒരു അഴിമതിയും ഇല്ല. അത് വളരെ സുതാര്യമായിട്ട് നിത്യമായിട്ട് ആർക്കാണ് നഷ്ടപ്പെട്ടത്? മനസ്സിനാണ്. നഷ്ടപ്പെട്ടിട്ടില്ല. സത്യസന്ധത ഇവിടെ ഉണ്ട്. മനസ്സ് രൂപം കൊണ്ടു. മനസ്സ് നൈമിൻഷികമായിട്ട് രൂപം കൊണ്ടതാ. മൈൻസിൻ്റെ നൈമിൻഷികതയിലാണ് മനസ്സിന് ഉറപ്പില്ലാത്തത്. അല്ലാണ്ട് സത്യസന്ധത നഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിൽ ഒരു പുതിയ കുഞ്ഞ് ജനിച്ചു അല്ലേ? ആ കുട്ടിയെ ആരാണ് പരിപാലിക്കുന്നത്? മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ സത്യത്തിൽ നിന്ന് ഈ കുട്ടിയെ പരിചരിക്കുക എന്നുള്ള. പക്ഷെ സത്യത്തിൽ നിന്ന് മാതാപിതാക്കൾ വ്യതിചലിച്ചു. എന്നിട്ട് കുട്ടിയെ വളർത്തി. കുട്ടി വളർന്നില്ല, കുട്ടിയെ വളർത്തി. ഇത് തലമുറകളായിട്ട് ഇത് പലാവർത്തി ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ സാവകാശം സത്യത്തിൽ നിന്ന് അകന്ന ഒരു സമൂഹമായിട്ട് മാറി. ഇന്ന് നമ്മൾ കണ്ടാലറിയാതെ അല്ലേ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കണ്ടിട്ട് സംശയമാണെന്ന് പറയുന്ന അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിച്ചിരിക്കുക. എത്ര തലമുറ കൊണ്ടാണ് ഈ പരിപാടി ചെയ്തത്? ഒരു ദിവസം നമ്മൾ അലസനായി. ആ അലസത 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. ക്ഷീണം കൂടി, സ്വപ്നങ്ങൾ വന്നു. അലസനെന്തുണ്ടാകും? സ്വപ്നങ്ങളുണ്ടാകും. ഇങ്ങനെ ഇത് വർദ്ധിച്ചു വരും. 8-10 ദിവസമായി, ഒരു മാസമായി. നോക്കണം, അതിൻ്റെ സങ്കീർണത അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മനപ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും അലതല്ലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോഴും വിവേകത്തിന് ഈ വ്യക്തിക്ക് താല്പര്യമില്ല.